നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവ ചുണ്ടിയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ ബന്ധുക്കൾക്ക് മാത്രം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സൗകര്യമൊരുക്കും. 4 മണിയോടെ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിലേക്ക് മൃതശരീരം എത്തിക്കും. തുടർന്ന് 5 മണിയോടെ സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ സംസ്കാരം നടത്തും. ഇന്നലെ രാത്രിയാണ് ചോറ്റാനിക്കരയിലെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഹോട്ടൽ മുറിയിലെത്തിയ നവാസിനെ മരിച്ച നിലയിൽ കാണുന്നത്. ഹോട്ടൽ മുറിയിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമാകുന്നതിനിടെയാണ് അപ്രതീക്ഷിത വിയോഗം. അഭിനേതാവ് അബൂബക്കറിന്റെ മകനാണ് നവാസ്. നടി രഹനയാണ് ഭാര്യ. മലയാളിയെ എന്നും ചിരിപ്പിച്ച അതുല്യ കലാകാരനാണ് വിടവാങ്ങിയത്. നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് പ്രേക്ഷകരും സിനിമാ ലോകവും. സീരിയൽ, സിനിമ, സ്റ്റേജ് ഷോകൾ തുടങ്ങി മലയാളികളെ കുടുകുട ചിരിപ്പിച്ച് ഒടുവിൽ കണ്ണീരിലാഴ്ത്തിയ അതുല്യ കലാകാരനാണ് കലാഭവൻ നവാസ്. കലാഭവനിലൂടെ മിമിക്രി രംഗത്തേക്ക് കടന്നുവന്ന നവാസ് വൈകാതെ നടനും ഗായകനുമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു കാലത്ത് സ്പോർട് കോമഡിയിലൂടെ സ്റ്റേജ് ഷോകളെ ഇളക്കിമറിച്ചും നവാസ് കയ്യടി നേടി. കൂട്ടുകാരത്തുള്ള ഉല്ലാസവേളയിൽ ശബ്ദാനുകരണം നടത്തിയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് മിമിക്രി ലോകത്തേക്ക് കടന്നുവന്നത്. നാട്ടിലെ യുവജനമേളയിൽ മിമിക്രിയിൽ സ്ഥിരം 1ാം സ്ഥാനം നേടിയിരുന്ന ആളെ നടി ഫിലോമിനയുടെ ശബ്ദം അനുകരിച്ച് 2ാം സ്ഥാനത്താക്കി നവാസ് ചിരിമുറ്റത്ത് ഇരിപ്പുറപ്പിച്ചു. KS പ്രസാദിന്റെ കൈപിടിച്ച് ചിരിയുടെ സർവകലാശാലയായ കലാഭവനിലേക്ക് കടന്നു. ആബേലച്ചന്റെ പിന്തുണ നവാസിനെ കലാഭവന്റെ സ്റ്റേജുകളിൽ നിത്യസാന്നിധ്യമാക്കി. കുന്നംകുളത്തെ സ്റ്റേജിൽ നിന്നാണ് തുടക്കം. പാടാനുള്ള കഴിവ് ശബ്ദാനുകരണത്തിൽ സമന്വയിപ്പിച്ചതോടെ താരങ്ങൾ നവാസിലൂടെ ഗായകരായി. നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകന് അഭിനയിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു. ടെലിവിഷൻ ഷോകളിലൂടെ മലയാളിയുടെ വീടുകളിൽ സുപരിചിതനായി മാറിയ നവാസ് 1995-ൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തി. മാട്ടുപെട്ടി മച്ചാൻ, തില്ലാന തില്ലാന, മായാജാലം, ജൂനിയർ മാൻഡ്രേക്ക്, മൈഡിയർ കരടി, ചട്ടമ്പിനാട്, ചക്കരമുത്ത്, മേരാ നാം ഷാജി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. അഭിനയിച്ചതിലേറെയും ഹാസ്യകഥാപാത്രങ്ങൾ. നവാസിനെ മലയാള സിനിമ വേണ്ടവിധം ഉപയോഗിച്ചില്ലെന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രകടനമാണ് ഈ വർഷം പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിൽ കണ്ടത്. ടെലിവിഷൻ കോമഡി പരിപാടികളിൽ ജഡ്ജസിന്റെ റോഡിലെത്തിയിരുന്ന നവാസ് അവിടെയും പ്രേക്ഷകനെ കയ്യിലെടുത്തു. സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം ആരംഭിച്ച കൊച്ചിൻ ആർട്സ് മിമിക്രി ട്രൂപ്പിലൂടെ സ്റ്റേജ് ഷോകളിൽ സജീവ സാന്നിധ്യമായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ശരിയാ. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് മടങ്ങിവരാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം. ഗുരുവായൂരിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്ന ഹോട്ടൽ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പഞ്ചാരമുക്കിലെ സ്നാക്സ് ഹോട്ട് ഗ്രിൽ ഹൗസ് ഹോട്ടലാണ് അടപ്പിച്ചത്. ഹംദി, കുഴിമന്തി, ഓപ്പർഷ്യ റെസ്റ്റോറന്റ് എന്നീ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ആരോഗ്യ വിഭാഗം 16ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള മന്തി, ചിക്കൻ, ബീഫ്, കക്ക, ഇറച്ചി, ബിരിയാണി, റൈസ് എന്നീ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെടുത്തു. സ്ക്വാഡ് ലീഡർ KC അശോക്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹർഷിദ്, ഹനീസ്, CB പ്രവീൺ, സുരേഷ് കുമാർ പേരോത്ത്, രാഗി രഘുനാഥ്, സുജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. എയ്യാൽ ശ്രീ കാർത്തിയനി ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. വിശേഷാൽ പൂജകൾക്ക് ശേഷം നടപ്പുരയിൽ ക്ഷേത്രം തന്ത്രി പുല്ലേന്നൂർ ശ്രീരാജ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രമേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുവനന്തപുരം ഉമാദേവിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. ഭക്തജനങ്ങളും ആനയൂട്ട് നടത്തി. ഉമാദേവിക്ക് പുറമെ പീച്ചിയിൽ രാജീവ്,
പുതുശ്ശേരി വിജയൻ, വളക്കാടൻ കുട്ടിക്കൃഷ്ണൻ എന്നീ കൊമ്പന്മാർ ഊട്ടിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് A.V. ബാലൻ, സെക്രട്ടറി T.R. രബീഷ്, ഖജാൻജി ദിലീപ് കുമാർ കാമ്പുറത്ത് തുടങ്ങി ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. വിദ്യാഭ്യാസ വകുപ്പിന്റെ മാതൃകാ പദ്ധതിയായ സുംബ ഡാൻസിന് ചാവക്കാട് M.R. രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഉണ്ണികൃഷ്ണൻ MU അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ MB പ്രമീള, പ്രിൻസിപ്പൽ MD ഷീബ, ഹെഡ്മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ, വൈസ് പ്രസിഡന്റ് സിറാജ്, സീനിയർ അസിസ്റ്റന്റ് P ഷീജ, സ്റ്റാഫ് സെക്രട്ടറി സുനീഷ് K തോമസ് എന്നിവർ സംസാരിച്ചു. സുംബ ഡാൻസിന് അധ്യാപകരായ അശ്വതി R, ലിമി CM, ആതിര VP, ചിത്ര KS എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് YMCA ഗുരുവായൂരിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപം മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധിച്ചു. അന്യായമായാണ് കന്യാസ്ത്രീകളെ ജയിലിലിട്ടിരിക്കുന്നതെന്നും ഇത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണെന്നും YMCA ആരോപിച്ചു. തൃശൂർ സബ് റീജിയൻ ചെയർമാൻ MV ജോൺസൺ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു M വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജിഷോ S പുത്തൂർ, വൈസ് പ്രസിഡന്റ് CD ജോൺസൺ, തോംസൺ വാഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കുണ്ടൂർ ഇടവകയിൽ വിശ്വാസി സമൂഹത്തിന്റെ പ്രതിഷേധ ധർണ നടത്തി. മെഴുകുതിരി പിടിച്ച് നടത്തിയ ധർണയിൽ ജോയ് കാഞ്ഞിരപ്പറമ്പിൽ, KF ബാബു, PP സൈമൺ, ബിജു ജോസ്, സാൻഡു തരകൻ, ജെയ്സൺ ജോൺ, ജേക്കബ് അറങ്ങാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏകദേശം 100ഓളം പേർ പങ്കെടുത്ത ധർണയിൽ OD തോമസ് സ്വാഗതവും ജെയിംസ് ആലപ്പാട്ട് നന്ദിയും പറഞ്ഞു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് തുടക്കമായി. ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറി. പ്രധാന അധ്യാപിക ഇൻചാർജ് ബിനിത ടീച്ചർ നേതൃത്വം നൽകി. CCTVയുടെ CTech അക്കാദമിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നീഷ്യൻ, ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 73 56 36 53 65 89 43 35 14 05 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ പബ്ലിക് ലൈബ്രറിയിൽ താൽക്കാലിക ജീവനക്കാരെയോ സ്ഥിരം ജീവനക്കാരെയോ നിയമിക്കണമെന്ന് പുന്നയൂർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റാഫി മാലിക്കുളം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ജീവനക്കാരില്ലാത്തതിനാൽ ലൈബ്രറി പ്രവർത്തനം നിശ്ചലമായിരിക്കുകയാണ്. ലൈബ്രറിയൻ വിരമിച്ചതിനു ശേഷം പകരം സംവിധാനം ഒരുക്കാത്തതിനാൽ വായനക്കാർക്ക് പുസ്തകങ്ങൾ കിട്ടുന്നില്ലെന്നും എത്രയും വേഗം ജീവനക്കാരെ നിയമിക്കണമെന്നും റാഫി മാലിക്കുളം പറഞ്ഞു. ചരമം. തലക്കോട്ടുകര പ്രഭാത നഗറിൽ മമ്പറമ്പിൽ വീട്ടിൽ ശാന്ത നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വടൂക്കര SNDP ശ്മശാനത്തിൽ നടക്കും. പരേതനായ രവി ഭർത്താവാണ്. പ്രജിനി, പ്രജോഷ് എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.